ഞാൻ ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ISRO ആസ്ഥാനങ്ങളെക്കുറിച്ച് പറയണം. ISRO ആസ്ഥാനങ്ങൾ, ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ISROയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO. ആൻസർ അന്തരീക്ഷ ഭവൻ, ബംഗളൂരു ആണ്. അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. ബംഗളൂരു എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ പുതിയ പേരാണ് കേട്ടോ. ന്യൂ നെയിം ഓഫ് ബാംഗ്ലൂർ. ആൻസർ ബംഗളൂരു. അല്ലെങ്കിൽ ഓൾഡ് നെയിം ഓഫ് ബംഗളൂരു. ആൻസർ ബാംഗ്ലൂർ. അതുപോലെ പറയുകയാണെങ്കിൽ ISROയുടെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഹസൻ, കർണാടക. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ ഓഫ് ISRO ലൊക്കേറ്റഡ് അറ്റ് ഹസൻ, കർണാടക. അതുപോലെ പറയുകയാണെങ്കിൽ ISROയുടെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ISROയുടെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഏതു പേരിൽ അറിയപ്പെടുന്നു? കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഈസ് നോൺ ആസ് കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഈസ് ഓൾസോ നോൺ ആസ് സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തുമ്പ, തിരുവനന്തപുരം. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO. ആൻസർ തുമ്പ, ട്രിവാൻഡ്രം. അതുപോലെ പറയുകയാണെങ്കിൽ ISROയെ കുറിച്ച് പറയുകയാണെങ്കിൽ ISROയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ISROയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചാന്ദിപൂർ, ഒഡീഷ. മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO. ആൻസർ ചാന്ദിപൂർ, ഒഡീഷ. അതുപോലെ തന്നെ ISROയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? അഹമ്മദാബാദ്, ഗുജറാത്ത്. അതുപോലെ തന്നെ അഹമ്മദാബാദ്, ഗുജറാത്ത്. ഓർത്ത് വെച്ചോളുക, അഹമ്മദാബാദ്, ഗുജറാത്ത്. അതായത് ISROയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേട്ടോ. സ്പേസ് റിസർച്ച് സെന്റർ ഓഫ് ISRO. ആൻസർ എന്താണ്? സ്പേസ് റിസർച്ച് സെന്റർ ISRO ലൊക്കേറ്റഡ് അറ്റ് അഹമ്മദാബാദ്, ഗുജറാത്ത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അതെവിടെ? നർമ്മദയുടെ തീരത്താണ് കേട്ടോ. ഓർത്ത് വെച്ചോളുക. ഹയസ്റ്റ് സ്റ്റാച്യു ഓഫ് ദ വേൾഡ്. ആൻസർ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിനർത്ഥം അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന് പറഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏകതാ പ്രതിമയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്, അല്ലെങ്കിൽ ഗുജറാത്തിലാണ്. ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ തീരത്താണ് കേട്ടോ. ഓർത്തിട്ടുള്ളത് നർമ്മദാ തീരത്താണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ നർമ്മദ. നർമ്മദയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും എന്താണ്? യൂസ്ഫുൾ ആണ്, ഉപകാരപ്രദമാണ്. വീഡിയോ കാണുന്നതിന് എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് കാണുക കേട്ടോ. ഞാൻ ഒരാളെ വീഡിയോ കാണാൻ നിർബന്ധിക്കില്ല, ഒരാളിനെ പോലും വീഡിയോ കാണാൻ നിർബന്ധിക്കില്ല. താല്പര്യമുള്ള എന്ത് ചെയ്യുക? വീഡിയോ കാണുക.